മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അനവധി ക്രൈസ്തവ പുരോഹിതന്മാർക്ക് അടുത്ത കാലത്ത് ക്ലാസ് എടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതിൽ ചില പുരോഹിതന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാർ പറയുകയുണ്ടായി, ഭാരതത്തിലെ ക്രിസ്തുമതം ഭാരതവൽക്കരണത്തിൻ്റെ പാതയിലാണ് എന്ന്. ഞാൻ അവരോട് പറയുകയുണ്ടായി, ഭാരതവൽക്കരണം എന്നുള്ള പേരിൽ നിങ്ങൾ ചെയ്യുന്നത് പലതും ഭാരതവൽക്കരണമല്ല. ഉദാഹരണത്തിന്, പള്ളിയിൽ കൊടിമരമുണ്ടാക്കിയാൽ അത് ഭാരതവൽക്കരണമാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ കുരിശ് വെച്ചാൽ അത് കൊടിമരത്തെ ക്രൈസ്തവവൽക്കരിക്കുകയാണ് ചെയ്യുക. പള്ളിയിൽ കൽവിളക്ക് വെച്ച് അതിൻ്റെ മുകളിൽ കുരിശ് വെച്ചാലും, നല്ല പിച്ചളയുടെയോ ഓടിൻ്റെയോ വിളക്ക് അതിൻ്റെ മുകളിൽ കുരിശ് വെച്ചാലും ആ കൽവിളക്കും ആ വിളക്കും ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തത്. അല്ലാതെ ക്രൈസ്തവ മതത്തെ ഭാരതവൽക്കരിക്കപ്പെടുകയല്ല ചെയ്തത്. തൃശ്ശൂർ പുതുപ്പള്ളിയിൽ തുലാഭാരം നടത്തി. അത് അതിവിചിത്രവും വികൃതവുമായ രീതിയിലായിരുന്നു നടത്തിയത്. അതുകൊണ്ട് തുലാഭാരം ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തത്. ഭാരതത്തിലെ അനവധി ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ഇതേപോലെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതവൽക്കരണം എന്ന പേരിൽ ക്രൈസ്തവവൽക്കരിക്കപ്പെടുന്നുണ്ട്. അനവധി സംസ്കൃത വാക്കുകളും അതേപോലെ പ്രയോഗങ്ങളും എല്ലാം ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന കുറേ അച്ഛന്മാർ ചോദിച്ചു, എന്നാൽ ശരിക്കും അപ്പോൾ ഭാരതവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കേണ്ടായി. സെൻറ് തോമസ് പള്ളിയിൽ ക്ലാസ് എടുത്തുന്ന വേളയിലായിരുന്നു ഈ ചോദ്യവും സംശയം സമർപ്പിക്കലുമെല്ലാം ഉണ്ടായത്. ഞാൻ അവരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പുണ്യാത്മാവായിട്ട് കണക്കാക്കുന്നു എങ്കിൽ, ഗുരുവായിട്ടും ദൈവപുത്രനുമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും യേശു ക്രിസ്തുവിനെ ആണിയടിച്ചു വേദനിപ്പിച്ചു കൊന്നു എന്ന് പറയുന്ന കുരിശ് നിങ്ങൾ കഴുത്തിലിട്ടുകൊണ്ട് നടക്കില്ല. നിങ്ങൾ ആ കുരിശിനെ പൂജിക്കുകയുമില്ല. മഹാത്മാഗാന്ധിയോടുള്ള ബഹുമാനവും സ്നേഹവും കാണിക്കാൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കൈത്തോക്ക് പൂജിക്കുന്ന പോലെയാണ് ഈ കുരിശ് പൂജിക്കുന്നത്. അത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്. അതൊരു മതത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ മതം ക്രൂരതയുടെയും നിഷേധാത്മകതയുടെയും നന്മയെ ഇല്ലാതെയാക്കുന്നതിൻ്റെയും പ്രതീകമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ബർട്രാൻഡ് റസ്സൽ പറയുകയുണ്ടായിട്ടുണ്ട്, ബെർണാഡ് ഷോയും പറയുകയുണ്ടായിട്ടുണ്ട്. ആ കുരിശ് അത്രയും നീചവും നിന്ദ്യവും ഒരു കൊലക്കയറുമാണ് എന്ന് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഗുരുവും ദൈവപുത്രനുമെല്ലാമായി ആരാധിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് ബ്രെഡായിട്ട് കഴിക്കുന്നു എന്ന നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് കുർബാനയിൽ നടക്കുന്നത്. ഭാരതവൽക്കരണം അവിടെയാ വേണ്ടത്. അവിടെ യേശുവിൻ്റെ ശരീരം തിന്നുക, അത് അപ്പത്തെ പോലെ പവിത്രമാണെന്ന് പറഞ്ഞ് ശരീരം തിന്നുക, പിന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുക വീഞ്ഞ് എന്ന പേരിൽ, എത്ര നീചവും നിന്ദ്യവുമാണെന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ്റെ, അമ്മയുടെ, ഗുരുവിൻ്റെ, ആചാര്യൻ്റെ, ഋഷിയുടെ ശരീരം പ്രതീകാത്മകമായിട്ട് തിന്നുക, അവരുടെ രക്തം പ്രതീകാത്മകമായിട്ട് കുടിക്കുക, ഇത് ഏതെങ്കിലും കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നാണോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളോടത് ഫോളോ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ മറ്റു ബോധമില്ലാത്തവർ ചെയ്യുന്നതെല്ലാം ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ എന്തിനാ ചെയ്യുന്നത്? വളരെ നിന്ദ്യമാണ്. ഇതേപോലെ കേക്ക് മുറിക്കുന്ന സമയത്ത് ആ വിളക്ക് ഊതിക്കെടുത്തുക, ഇതും വളരെ മോശമായിട്ടുള്ളതാണ്. ഭാരതത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഇരുന്നു കൊണ്ടും പ്രാർത്ഥിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പ്രാർത്ഥന ഒന്നുകിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ ആവണം.
ഏത് ലോകത്ത് നിന്നാ വന്നത് ഈ മുട്ടുകുത്തി മുട്ടു വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല. എത്ര മോശമായിട്ടുള്ള ഒരു രീതിയാണ് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക. ശരിക്കും പറഞ്ഞാൽ അടിമയുടെ സ്വഭാവമാണ് മുട്ടുകുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും നീചമായ ഒരു പ്രാർത്ഥനാ രീതി പാശ്ചാത്യ മണ്ണിൽ നിന്ന് എന്തിനാ ഇവിടേക്ക് എടുക്കുന്നത്? ഒന്നുകിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭംഗിയായിട്ട് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ കുരിശ് ആരാധിക്കുക, അതേപോലെ യേശുക്രിസ്തുവിൻ്റെ ശരീരം തിന്നുക, യേശുക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുക, അങ്ങനെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. തുലാഭാരം നടത്തുന്നത് വിചിത്രമായിട്ട് നടത്താം. അതേപോലെ തന്നെ വിജയദശമി ദിവസം കുരിശ് വരച്ചിട്ട് ആ കുട്ടികളെ വിദ്യാരംഭം നടത്താം. കുരിശ് തന്നെ കൊലക്കയറിൻ്റെ പ്രതീകമാണ്. അത് കാണിച്ചുകൊണ്ടാണ് കുട്ടികളെ വിദ്യാരംഭം നടത്തുന്നത് എന്നുള്ളത്. ഭാരതവൽക്കരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാം? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് നോക്കാം. എല്ലാ തരത്തിലും വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. പൃഥിവി, അപ്പ്, തേജ, വായു, ആകാശം എന്നുള്ളതിൽ നിന്നുണ്ടായി. അത് മനുഷ്യ ശരീരത്തിൽ വെള്ളമുണ്ട്, മനുഷ്യ ശരീരത്തിൽ ജഡരാഗ്നിയുണ്ട്, മനുഷ്യ ശരീരത്തിൽ പൃഥ്വിയുണ്ട്, ഖരമായ ഭാവം, ഊർജമുണ്ട്, അയോണിക് പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യ ശരീരം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ഒരു പെട്ടിക്കകത്തിട്ട് അത് അടക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 20 ദിവസം കഴിഞ്ഞ് അതൊന്ന് തുറന്നു നോക്കാം. എങ്ങനെ ഉണ്ടാവും? വലിയ വലിയ പുഴുവരിച്ച് നാറി പുഴുത്ത് ചീഞ്ഞ് ആ മണ്ണ് മുഴുവനും അത്രയും വൃത്തികേടാക്കുന്ന ഒരു ആചാരം പാശ്ചാത്യ ലോകത്തിലുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ അതിഗംഭീരമായിട്ടൊരു ആചാരമുണ്ട്. ഏത് രോഗം വന്ന വ്യക്തിയാണെങ്കിലും അല്ലാത്ത വ്യക്തിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം അഗ്നിയിൽ ദഹിപ്പിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ ദഹിപ്പിക്കുക. അതിൽ യാതൊന്നും അവശേഷിക്കുന്നില്ല, അത് ചീഞ്ഞു പോകുന്നില്ല, നാറുന്നില്ല, പുഴുത്തു പോകുന്നില്ല. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ശരീരം ഇങ്ങനെ പുഴുത്ത് അല്ലെങ്കിൽ പുഴുവരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പവിത്രവും പുണ്യവുമായ മനുഷ്യ ജന്മത്തെ ആ ജീവിതത്തിൽ ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ആ ശരീരത്തെ അഗ്നിക്ക് ഹോമിക്കുക എന്നുള്ളൊരു ആചാര ഭാരതത്തിലുള്ളത്. അത് ക്രൈസ്തവവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പള്ളിയിൽ കുഴിച്ചിടുന്നതിന് പകരം അത് ദഹിപ്പിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. മാത്രമല്ല, ഭാരതവൽക്കരണം എന്ന പേരിലൊന്ന് ആലോചിച്ച് നോക്കാം. ഇത്ര വിചിത്രമായിട്ടാണ് പവിത്രമായ പള്ളി ഡെഡ് ബോഡി സംസ്കരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക. ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ തന്നെ അപവിത്രമാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. ശവം എന്നല്ലതിന് പറയാം. ആ ശവശരീരം അടക്കാനുള്ള ഒരു കേന്ദ്രമാണ് പള്ളി എന്ന് പറയുമ്പോൾ ആ പള്ളി എത്ര അപവിത്രമാവുന്നു. അത് ദേവാലയമല്ല, അത് സാത്താനാലയമാണ്, പ്രേതാലയമാണ്. പള്ളി ഒരു പ്രേതാലയമാക്കിയിട്ടാണ് ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ആചരിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര വിചിത്രമാണെന്ന് നോക്കാം. അതേപോലെ എടപ്പള്ളി പള്ളിയിൽ സെൻറ്റ് ജോർജിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളും അതേപോലെ വിസ്കിയും ബ്രാൻഡിയും റമ്മും ജിന്നുമാണ് വിതരണം ചെയ്യുന്നത്. ഒരു ദേവാലയത്തിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും 60,000-ഓളം കോഴികളെ കൊന്ന് അതിൻ്റെ ഇറച്ചി കോഴിക്കറിയാക്കി വെച്ച് എന്നിട്ട് പൂര വെള്ളാടി. ഇതാണോ ദേവാലയത്തിൻ്റെ ലക്ഷണം? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, കുരിശ് ആരാധിക്കുക, യേശുക്രിസ്തുവിൻ്റെ ശരീരം തിന്നുക, എന്നിട്ട് അതേപോലെ യേശുക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുക, എന്നിട്ട് തെറ്റായ രീതിയിൽ ജന്മദിനത്തിന് വിളക്ക് ഊതിക്കെടുത്തിയിട്ട് കേക്ക് മുറിക്കുക, തെറ്റായ രീതിയിൽ തുലാഭാരം നടത്താം, തെറ്റായ രീതിയിൽ വിദ്യാരംഭം നടത്താം, മലയാറ്റൂർ പള്ളിയിലേക്ക് കാവി ഉടുത്ത് പോവുക, കാവിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് വളരെ വിചിത്രമായ രീതിയിൽ ആ കാവിയെ ഉപയോഗിച്ച് കുറേ ഹിന്ദുക്കളെ കൂടി മതം മാറ്റാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ 40,000 ഹിന്ദുക്കളെ മതം മാറാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ കൊന്ന കൊലയാളിയാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ. അയാളെ പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഭാരതത്തിൽ നിന്നോ ഇരുന്നോ പ്രാർത്ഥിക്കുന്നതിന് പകരം മുട്ടുകുത്തിയിട്ട്, അതും ഒരു കൊലയാളിയെ വേറെ ആരോ പുണ്യാത്മാവായിട്ട് ഡിക്ലെയർ ചെയ്തതിന് എങ്ങനെ ഒരു കൊലയാളി പുണ്യവാളനാവുന്നത്
ഏതെങ്കിലും ഒരു പോപ്പ് പ്രഖ്യാപിച്ച പുണ്യവാളനാവുമോ? അങ്ങേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പള്ളിയുടെ പേരിൽ കുറേ അധികം ലിക്കറും കോഴിക്കറിയും കൊടുക്കാം. ഒരാളും കൂടി എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ സെന്റ് തോമസ് പള്ളിയിലെ പ്രഭാഷണത്തിൽ ചോദിച്ചതാണ്, ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞതല്ല. അൽഫോൻസാമ്മയെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഉടനെ പറഞ്ഞു, ടി വിയിൽ കണ്ട സീരിയലിൻ്റെ അനുസരിച്ച് അൽഫോൻസാമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ല, ഒരു ഭ്രാന്തിയെ പോലെ അവരെ ഒത്തിരി കാലം വീട്ടുതടങ്കലിൽ ഇട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭ്രാന്തിയായിട്ട് പള്ളി തന്നെ ഡിക്ലെയർ ചെയ്ത ഒരു വ്യക്തിയാണ് അൽഫോൻസാമ്മ. ഇനി അതിനേക്കാളും വിചിത്രമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ബൈബിള് പറയുന്നു മനുഷ്യൻ പാപിയാണെന്ന്. അപ്പൊ സ്വാഭാവികമായും അൽഫോൻസാമ്മ പാപിയാണല്ലോ, മനുഷ്യ സ്ത്രീ ആയിരുന്നില്ലേ? അത് മാത്രമല്ല, മനുഷ്യൻ പാപിയാണെങ്കിൽ പോപ്പ് പാപിയാണല്ലോ അല്ലേ? അദ്ദേഹം മനുഷ്യനാണല്ലോ. അപ്പൊ പോപ്പ് പാപിയാണ്. മരിക്കുന്നതിന് മുമ്പ് അൽഫോൻസാമ്മയും പാപിയായിരുന്നു, കാരണം രണ്ടുപേരും മനുഷ്യരാണ്. അപ്പൊ ഒരു പാപിയെ മറ്റൊരു പാപി എങ്ങനെ ഈ പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കാം? ഒരു പാപിയെ മറ്റൊരു പാപിക്ക് പുണ്യവാളത്തിയായിട്ടും പ്രഖ്യാപിക്കാൻ പറ്റുമോ? സെയിൻ്റായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഈ സെയിൻ്റ് ആക്കാനുള്ള ഉത്തരവാദിത്വം മനുഷ്യനാ തീരുമാനിച്ചെടുക്കുന്നത്, അല്ല തന്നെത്താനെ നേടിയെടുക്കേണ്ടതല്ലേ ഇത്? അപ്പം നമ്മൾ എന്തെല്ലാമാ ചെയ്യുന്നതെന്ന് ക്രൈസ്തവ സഹോദരന്മാരെ, ഒരു മാത്യു എന്ന് പറയുന്ന ആൾ ഞാൻ പറഞ്ഞതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞതിന് മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. അതേതാണ്ട് ഒരു അല്പം മതിഭ്രംശം സംഭവിച്ച രീതിയിൽ അയാൾ ഉത്തരം തന്നിരിക്കുന്നത്. ഞാൻ ക്രൈസ്തവ ജനതയെ അവഹേളിക്കുകയല്ല, ഞാൻ അവരെ അപമാനിക്കുകയുമല്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞത് നിങ്ങളോടും തിരിച്ചു പറയാം. നിങ്ങൾ ചിന്തിക്കണം, ഭാരതത്തിൽ 33 കോടി ദേവന്മാരുണ്ടെന്ന് പറഞ്ഞാൽ 33% നന്മയുള്ളവരുണ്ടെന്നാണ്. അങ്ങനെയുള്ള ദൈവിക അംശമുള്ള ഒരു രാഷ്ട്രത്തിൽ, നമ്മുടെ പുണ്യഭൂമിയും യജ്ഞഭൂമിയായ ഭാരതത്തിൽ ഇത്രയും അധികം ഗ്രന്ഥങ്ങളും ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമുള്ള ഒരു രാഷ്ട്രത്തിൽ തികച്ചും നീചവും നിന്ദ്യവും പ്രതിഷേധാർഹവും കൊലയും രക്തവും ചോരയും ശവശരീരവുമായി ബന്ധപ്പെട്ട അനവധി ആചാരങ്ങൾ വെച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഒന്നുകിൽ നിങ്ങളുടെ ആചാരങ്ങളെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ സനാതന ധർമ്മം എന്താണെന്ന് പഠിക്കുക, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇതും ഞാൻ നിഷേധാത്മകമായി പറയുകയല്ല. ഇത് ഹിന്ദു ധർമ്മത്തിലെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഹിന്ദുക്കളെ അറിയിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരിശുദ്ധമായ ഭാരതത്തിൻ്റെ പരിശുദ്ധമായ ധർമ്മത്തിലേക്ക് മടങ്ങി വന്ന് ധർമ്മബോധത്തോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.